എന്താ കുഞ്ഞേ? ബേബിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ യസ്തു? ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല കുഞ്ഞേ. എല്ലാം കാട്ടുകള്ളന്മാരാ. ഒരു പേരും ഇല്ലാത്ത ഒരുത്തൻ, ഒറ്റ തടി. അവന് തോന്നുമ്പോ പോകാൻ, തോന്നുമ്പം വരാം. ഏതായാലും അവൻ ഇവിടെ നിന്ന് ഐറ്റംസ് ഒന്നും മോഷ്ടിച്ചോണ്ട് പോകാത്തത് ഭാഗ്യം. സാർ അവനെ ഇവിടെ നിർത്തിയപ്പോഴേ എനിക്ക് തോന്നി അവൻ ഇവിടെ നിന്ന് മുറ്റുകയല്ലെന്ന്. കുഞ്ഞു വിഷമിക്കണ്ട, അവനേക്കാൾ മിടുക്കനായ ഒരുത്തനെ സാറ് കണ്ടുപിടിക്കും. എന്താ ഇവിടെ? അല്ല, ഡ്രൈവർ ബേബി വന്നോ? ബേബിയെ എവിടെ പോയിരിക്കുകയായിരുന്നെന്ന്. അവനെവിടെങ്കിലും പോട്ടെ, അവനല്ലെങ്കിൽ വേറൊരുത്തൻ. താൻ പോയി കുടിക്കാൻ എന്തെങ്കിലും വരുന്നുണ്ടോ? നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. ഞാനാ ബേബി. എന്താ ബേബി ഇത്? ബേബി ബേബി ഇത്രയും ദിവസം എവിടെയായിരുന്നു? അതൊക്കെ പറയാം, വേഗം വെള്ളിക്ക് വരൂ. വേഗം വരാൻ. ഇവിടെ എന്നാൽ ആരെങ്കിലും കാണും. നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. വരൂ. ബേബി ബേബി ഇത്രയും ദിവസം എവിടെയായിരുന്നു? അതൊക്കെ പിന്നെ പറയാം. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. മീരയുടെ ചേട്ടന്റെ കണ്ണിൽപ്പെടാത്ത ഏതെങ്കിലും ലോകത്തേക്ക്. ബേബി എന്താണ് ഈ പറയുന്നത്? മീരയ്ക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്. എങ്കിൽ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്ത് വേഗം വരൂ. ഇല്ല, എന്റെ ചേട്ടനെ വിട്ട് ഞാൻ എങ്ങും വരില്ല. നിനക്ക് ഞാൻ വേണോ അതോ നിന്റെ ചേട്ടൻ വേണോ? എനിക്ക് രണ്ടാളും വേണം. അത് നടക്കില്ല. ചേട്ടന്റെ സമ്മതത്തോടെ നമ്മുടെ വിവാഹം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബേബി, എനിക്കെല്ലാം എന്റെ ചേട്ടനാണ്. എന്റെ ആഗ്രഹത്തിനപ്പുറം ചേട്ടന് മറ്റൊന്നുമില്ല. ചേട്ടനോട് നമ്മുടെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞ എന്റെ ചേട്ടൻ കേൾക്കാതിരിക്കില്ല. ചേട്ടനെ കുറിച്ച് എന്നോട് പറയണമെന്നില്ല. മീരയ്ക്ക് എന്നോടൊപ്പം വരാൻ ഇഷ്ടമാണോ അല്ലയോ? നമുക്ക് എവിടെയെങ്കിലും പോയി രജിസ്റ്റർ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാം. ബേബി പറയുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ ചേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ ഒരിടത്തും വരില്ല. പെങ്ങളോട് സ്നേഹമുള്ള ഒരു ചേട്ടൻ, സ്നേഹത്തിന്റെ വില എന്താണെന്ന് അറിയാത്ത ഒരു മൃഗമാണ് മനുഷ്യൻ. ബേബി, എന്റെ ചേട്ടനെ കുറിച്ച് ഒന്നും പറയരുത്. ഞാൻ പറയും. നിന്റെ ചേട്ടന്റെ മുഖത്തോക്ക് ഞാൻ വിളിച്ചു പറയും. ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ പിന്നെ അയാൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, വലിയ വീടുകളിലുള്ളവർക്ക് അവിടുത്തെ ഡ്രൈവർമാരോട് തോന്നുന്ന കാമമായിരുന്നു നിനക്ക് എന്നോടുണ്ടായിരുന്നെന്ന്.
പറ്റി? ഒന്നുമില്ല. സുഖമില്ലേ? ഡോക്ടറെ വിളിക്കണോ? What happened, Meera? നിനക്ക് എന്ത് പറ്റി മോളെ? നിനക്ക് എന്ത് പറ്റി? എന്താണെങ്കിലും എന്നോട് പറയും. ചേട്ടാ, ബേബി. അവൻ പോയാൽ നീ എന്തിനാ വിഷമിക്കുന്നത്? അവൻ എവിടെ നിന്ന് വന്ന ഒരു ഡ്രൈവർ, അവൻ പോയാൽ മറ്റൊരു ഡ്രൈവർ. ഇല്ല ചേട്ടാ, ബേബി പോകാൻ പാടില്ല. ഞാനും ബേബിയും തമ്മിൽ സ്നേഹത്തിലാണ്. അതെ ചേട്ടാ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾക്ക് തമ്മിൽ പിരിയാനാവില്ല. No, it's quite impossible. It should be possible. ഞാൻ ഗർഭിണിയാണ്. ബേബിയുടെ കുഞ്ഞ്. എന്റെ എല്ലാ സങ്കല്പങ്ങളും ഒരു നിമിഷം കൊണ്ട് നീ തകർത്ത് കളഞ്ഞലോടി. കുരുന്ന പ്രായത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. കൈക്കുഞ്ഞായിരുന്നു നിന്നെ ഈ നെഞ്ചിലെ ചൂടും കുളിരും കൊടുത്താണല്ലേ ഞാൻ വളർത്തിയത്. എന്നിട്ടാ നീ ഏതോ ഒരു ചെണ്ടിയുടെ കൂടെ. നിന്നെക്കുറിച്ചുള്ള 100 സ്വപ്നങ്ങളിലൂടെയാണ് ഞാൻ ജീവിച്ചത്. നിനക്കറിയാമോ, ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് നിന്നോടുള്ള എന്റെ സ്നേഹം കുറഞ്ഞു പോകുമെന്ന് കരുതിയിട്ടാണ്. ആ നീ മോക്ക് വേദനിച്ചു. എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ.
ഹലോ, കവളപ്പാറ എസ്റ്റേറ്റ് അല്ലേ? ആ മോഹൻദാസ് ഫ്രം വെസ്റ്റേൺ ഇന്ത്യ. പിന്നെ അവിടെ ബേബി എന്നൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ?